ഓം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പംഗും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുകൃതികളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. പണ്ഡിതാഗ്രേസരനും ദേവിയുടെ ഇഷ്ടഭക്തനുമായ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീനാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീസ്തുതിയാണ്. ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ് ദേവി മഹാഭാഗവതത്തിന്റെ സംഗ്രഹമായി ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി രചിച്ചിട്ടുള്ള ദേവീനാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിന്റെ സ്വയം നിവേദ്യമാണ്. 41 ദശകങ്ങളിലായി രചിച്ചിട്ടുള്ള ദേവീനാരായണീയത്തിൽ 1 മുതൽ 16 വരെയുള്ള ദശകങ്ങൾ നാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ദശകം 17 1 മുതൽ 16 വരെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി 17ാമത്തെ ദശകം. അതിൽ ആ 17ാമത്തെ ദശകത്തിൽ 1, 2, 3, 4, 5, 6 ഈ ശ്ലോകങ്ങളുടെയൊക്കെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം നാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം അനുസ്മരിക്കുവാൻ പോകുന്നത് ശ്ലോകങ്ങൾ 7, 8, 9, 10, 11 ഈ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് ഇന്ന് പഠിക്കാം. എല്ലാ സുഹൃത്തുക്കളെയും ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി, വളരെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശ്ലോകങ്ങളുടെ പാരായണം നമുക്ക് ആദ്യം ശ്രവിക്കാം. ദശകം 17 സുദർശന കോസലപ്രാപ്തി. ശ്ലോകം 7 പാരായണം. ലീലാവതീം പ്രാപ്യ വിമാതരം ച നത്വാ വിഷണ്ണാം ഹതപുത്രതാതാം സദുക്തിഭിഃ കർമ്മഗതീ പ്രബോധ്യ സസാന്ത്വയാമാസ മഹേശി ഭക്തഃ. ശ്ലോകം 8 ജനേഷു പശ്യത്സു സുദർശനോത്ര ത്വാം പൂജയിത്വാ ഗുരുണാഭിഷിക്തഃ രാജ്യേ ത്വദീയം ഗൃഹമാശു കൃത്വാ പൂജാവിധാനാദി ച സംവ്യധത്ത. ശ്ലോകം 9 തസ്മിൻ നൃപേ ത്വത്സദനാനി കൃത്വാ ജനാഃ പ്രതിഗ്രാമമപൂജയം സ്വാം
കാശ്യാം സുബാഹുശ്ച തഥാ കരോത് തേ സർവത്ര പേതുഃ കരുണാകടാക്ഷാഃ. ശ്ലോകം 10. ന കർമ്മണാ ന പ്രജയാ ധനേന ന യോഗസാംഖ്യാദിവിചിന്തയാ ച ന ജവ്രതേനാപി സുഖാനുഭൂതിർഭക്തൈവമർത്യ സുഖമേതി മാതഃ. ശ്ലോകം 11. നാഹം സുബാഹുശ്ച സുദർശനശ്ച ന മേ ഭരദ്വാജമുനിഃശരണ്യഃ ഗുരുഃ സുഹൃദ് ബന്ധുരപി ത്വമേവ മഹേശ്വരി ത്വാം സതതം നമാമി. മഹേശ്വരി ത്വാം സതതം നമാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 7. പദച്ഛേദം. ആദ്യം നമുക്ക് പദച്ഛേദം നോക്കാം. ലീലാവതീം പ്രാപ്യ വിമാതരം ച നത്വാ വിഷണ്ണാം ഹതപുത്രതാതാം സതുക്തിഭിഃ കർമ്മഗതീഃ പ്രബോധ്യ സ സാന്ത്വയാമാസ. മഹേശി ഭക്തഃ. അന്വയം നോക്കാം. ഹേ മഹേശി ഭക്തഃ സഹ. ഹേ മഹേശ്വരി ഭക്തനായ അദ്ദേഹം ഹതപുത്രതാതാം കൊല്ലപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടിയവളും വിഷണ്ണാം വിമാതരം വിഷണ്ണയും വിമാതാവുമായ ലീലാവതിയും പ്രാപ്യ ലീലാവതിയെ പ്രാപിച്ച് നത്വാ സദുക്തിഭിഃ നമസ്കരിച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് കർമ്മഗതീഹി പ്രബോധ്യ കർമ്മഗതികളെ ഉദ്ബോധിപ്പിച്ച് സാന്ത്വയാമാസ ആശ്വസിപ്പിച്ച്. ഈ 7ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. അല്ലയോ മഹേശ്വരി ഭക്തഃ സഹ ഭക്തനായ അദ്ദേഹം കൊല്ലപ്പെട്ട പിതാവിനോടും പുത്രനോടും ഹതപുത്രതാതാം അതാണ് പറയണത്. അത്യധികം വിഷമമായിരിക്കും അല്ലേ? പിതാവും പുത്രനും കൊല്ലപ്പെട്ടു. അപ്പൊ അത്യധികം വിഷമം ഉണ്ടാവില്ലേ ആ മാതാവിന് അല്ലേ? വിഷണ്ണാം വിമാതരം വിഷണ്ണയും വിമാതാവുമായിരിക്കുന്ന തൻ്റെ അമ്മയുടെ സപത്നിയായിരിക്കുന്ന ലീലാവതി പ്രാപ്യ ലീലാവതിയുടെ സമീപത്ത് ചെന്ന് നത്വാ സദുക്തിഭിഃ നമസ്കരിച്ച് വളരെ നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് കർമ്മഗതികളെ വേണ്ടതുപോലെ ഉദ്ബോധിപ്പിച്ചു, ആശ്വസിപ്പിച്ചു. സാന്ത്വയാമാസ ആശ്വസിപ്പിച്ചു. രാമായണത്തിലും കാട്ടിൽ നിന്ന് തിരിച്ചു വന്ന ശ്രീരാമചന്ദ്രസ്വാമി കൈകേയി മാതാവിനോട് യാതൊരു വിധത്തിലുമുള്ള വൈരാഗ്യവും വിദ്വേഷവും കാണിക്കാതെ തന്നെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്ന ആ ഒരു രംഗം നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇവിടെ സുദർശനൻ ആദ്യം ചെയ്തത് എന്താ? മനോരമയുടെ സപത്നിയായ ലീലാവതിയെ ചെന്ന് കണ്ട് കാൽക്കൽ വീണ് നമസ്കരിച്ചു. അതിനുശേഷമാണ് തൻ്റെ മാതാവിനെ നമസ്കരിച്ചത്. കൈകേയി രാമന്റെ മുന്നിൽ സത്യത്തിൽ അപരാധിനിയാണ്, അപരാധം ചെയ്തിട്ടുണ്ട്. ലീലാവതി അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് അപരാധവും ചെയ്തിട്ടില്ല. ഇവിടെ അമ്മയുടെ സ്ഥിതി നോക്കൂ. അപ്പോ ഭർത്താവ് ധ്രുവസന്ധി, പുത്രനോ ശത്രുജിത്ത്. അപ്പോ ഇവർ രണ്ടുപേരും മരിച്ചു അല്ലേ? അതേപോലെ തന്നെ പിതാവായ യുധാജിത്തും മരിച്ചു കഴിഞ്ഞു. ആരും തന്നെ ആശ്രയത്തിനില്ല. വല്ലാത്തൊരു വിഷമസന്ധിയാണിത് അല്ലേ? പണ്ട് വീരസേനൻ മരിച്ചപ്പോ മനോരമ എങ്ങനെയാണോ അഗതിയായത്, അതേപോലെ ഇതാ ലീലാവതിയും ഇപ്പോൾ തൻ്റെ അച്ഛനും മകനും മരിച്ചപ്പോൾ വല്ലാതെ വിഷമിച്ചു. സുദർശനൻ ലീലാവതിയുടെ മുമ്പില് വിവേകത്തോടെയും വിനയത്തോടെയുമാണ് പെരുമാറിയത്. ഇവിടെ ലീലാവതിക്ക് ഇപ്പൊ എന്താ സംഭവിച്ചത്? തൻ്റെ അച്ഛനും മരിച്ചു, മകനും മരിച്ചു അല്ലേ? ഈ ഒരു അവസ്ഥ ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, അങ്ങനെ വരാം. അത് പ്രവചിക്കുവാനും ആർക്കും സാധ്യമല്ല. ഭഗവാൻ ഈ ജീവിത നാടകം അഭിനയിക്കാൻ ഭൂമിയിലേക്ക് നമ്മളെയൊക്കെ അയക്കുമ്പോൾ ചിലപ്പോൾ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ,
അതായത് കുറേയേറെ കരച്ചില്, സങ്കടങ്ങള് ഒക്കെ അങ്ങനെയൊക്കെ വേണ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണമെന്നുള്ള ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയുള്ളവരെയാണ് ആവശ്യം? കേമന്മാരായവരെയാണ് ആവശ്യം. ആ റോള് അവരെ ഏൽപ്പിക്കും. എന്താണോ വന്നത് അതിനെ സധൈര്യം നേരിടുക. ജീവിതത്തിന്റെ റോൾ അതാണ്. എന്താണോ നമുക്ക് സംഭവിച്ചത് അത് വളരെ സധൈര്യം തന്നെ നേരിടണം. അതുമാത്രമേ മനുഷ്യന് സാധ്യമാവുകയുള്ളൂ. ഭഗവാൻ എന്താണോ, സുഖമാണോ ദുഃഖമാണോ നമുക്ക് നൽകുന്നത്, രണ്ടു കൈയും നീട്ടി ഭഗവാന്റെ ആ പ്രസാദമായിട്ട് നമ്മൾ വാങ്ങുക, അത് സധൈര്യം നേരിടുക. ഇതേപോലെ നമുക്ക് ദുഃഖങ്ങളൊക്കെ വരും. അതൊക്കെ എന്താണ്? അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാനുള്ള മനസ്സ് ഉണ്ടാവണം. സുദർശനന്റെ ആ നല്ല വാക്കുകള്, നല്ല പ്രവൃത്തികള് അല്ലേ? സുദർശനൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഒരു വിധത്തില് പല എന്തൊക്കെ സുഖങ്ങളുണ്ടോ സകല ദുഃഖങ്ങളും ഇല്ലാതെയാകും. അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി. അങ്ങനെ സുദർശനൻ ഇതാ ലീലാവതിയുടെ ദുഃഖത്തെയും ഇല്ലാതെയാക്കി എന്ന് ഈ ശ്ലോകത്തിൽ പ്രത്യേകിച്ച് പറയുന്നു. ഇനി 8ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ജനേഷു പശ്യത്സു സുദർശനഃ അത്ര ത്വാം പൂജയിത്വാ ഗുരുണ അഭിഷിക്തഃ രാജ്യേ ത്വദീയം ഗൃഹം ആശു കൃത്വാ പൂജാവിധാനാദി ച സംവ്യധത്ത. ജനേഷു പശ്യത്സു, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ അല്ലെങ്കിൽ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ സുദർശനഃ, സുദർശനൻ ത്വാം പൂജയിത്വാ, അവിടുത്തെ പൂജിച്ചു. അത്ര രാജ്യേ, കോസല രാജ്യത്തിൽ ഗുരുണ അഭിഷിക്തഃ, ഗുരുവിനാൽ അഭിഷിക്തനായി. ആശു ത്വദീയം ഗൃഹം, വേഗത്തിൽ അവിടുത്തെ ക്ഷേത്രം, അവിടുത്തെ മന്ദിരമൊക്കെ കൃത്വ പണിയിച്ചു. പൂജാവിധാനാദി, പൂജാവിധാനങ്ങൾ മുതലായവയൊക്കെ സംവിധാനം ചെയ്തു. സംവ്യദത്താച്ച, അതായത് 8ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം, ജനേഷു പശ്യത്സു, ജനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സുദർശനം ചെയ്ത്? ത്വാം പൂജയിത്വാ, ആ ദേവിയെ പൂജിച്ചു. അത്ര രാജ്യേ, ആ കോസല രാജ്യത്തില് ഗുരുണ അഭിഷിക്ത, ഗുരുവിനാൽ അഭിഷിക്തനായി അദ്ദേഹം. ആശു ത്വദീയം ഗൃഹം, അതിവേഗത്തിൽ തന്നെ അവിടത്തേക്കായി ഒരു മനോഹരമായ ക്ഷേത്രവും അദ്ദേഹം നിർമ്മിച്ചു. പൂജാവിധാനങ്ങളും ഒക്കെ വേണ്ടതുപോലെ സംവിധാനം ചെയ്തു. ശത്രുജിത്ത് കൊല്ലപ്പെട്ടതോടെ കോസല രാജ്യത്തിന്റെ അവസ്ഥ എന്തായി? രാജാവില്ലാത്ത അവസ്ഥയായി അല്ലേ? രാജാവില്ലല്ലോ. അപ്പോഴാണ് രാജാവാകേണ്ട ആൾ ആരാണ്? മൂത്ത പുത്രനായിരിക്കുന്ന സുദർശനൻ തന്നെ അല്ലെ? അദ്ദേഹം രാജ്യവാസികളെയൊക്കെ പങ്കെടുപ്പിച്ചു. തൻ്റെ പ്രജകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ദേവീ പൂജയൊക്കെ നടത്തി. എന്നിട്ടോ അദ്ദേഹത്തെ രാജാവ് എന്ന നിലയിൽ ഗുരുവായ വസിഷ്ഠനാൽ അഭിഷിക്തനാക്കി. സുദർശനൻ തൻ്റെ രാജ്യത്ത് എന്താ പിന്നെ ചെയ്തത്? ഒരു ദേവീ ക്ഷേത്രം നിർമ്മിച്ചു. ആ ക്ഷേത്രത്തില് നിയതമായ പൂജാവിധാനങ്ങളൊക്കെ നടത്തി. ഇനി ശരത്കാലം വരുമ്പോൾ, ശരത്കാലത്താണല്ലോ ദേവീ പൂജകള്. ആ ശരത്കാലത്ത് നവരാത്രി ദിവസങ്ങളിലൊക്കെ വിശേഷാൽ പൂജകളും സംവിധാനം ചെയ്തു. നവരാത്രി വ്രതത്തോട് കൂടിയ ദേവീ പൂജയാൽ ദേവീ കടാക്ഷം ലഭിക്കാതിരിക്കില്ല. ദേവിക്ക് അത്ര ഇഷ്ടമാണല്ലോ, നവരാത്രി സമയത്ത് പ്രത്യേകിച്ച്. ഇനി സുദർശനൻ ബാല്യകാലത്ത് എവിടെയായിരുന്നു? ആശ്രമത്തിലായിരുന്നു അല്ലേ? തൻ്റെ അമ്മയോട് കൂടിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ ആ ആശ്രമവാസികളെല്ലാം ദേവിയുടെ ആ മന്ത്രം ജപിക്കുന്നതൊക്കെയാണ് കേട്ട് വളർന്നത് അല്ലേ? അപ്പോ ആ കാമരാജ മന്ത്രമായ ക്ലീം 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 ജപിച്ചു. അത് ശീലിച്ചു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ലഭിച്ചു. എന്താ ലഭിച്ചത്? രാജ്യം, അനായാസേന രാജ്യം ലഭിച്ചു. തനിക്ക് അനുകൂലയായ പത്നിയെ ലഭിച്ചു. പിന്നെ ദുർഗ തന്നെ ദുർബലനെ പ്രബലൻ ആക്കുമെന്ന് നാം ഇതിനു മുൻപ് അനുസ്മരിച്ചിട്ടുണ്ട്. നാം ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 11ാം ദശകത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. അതെ, ഇത് തന്നെയാണ് ആ ജഗദംബയുടെ കാരുണ്യം. സുദർശനന്റെ കഥ
ആ ദേവിയുടെ കാരുണ്യത്തിൻ്റെയും പ്രഭാവത്തിൻ്റെയും കഴിവിൻ്റെയും കനിവിൻ്റെയും ഉത്തമ ഉദാഹരണമാണ്. ഇപ്പോഴും ദേവീ ഭക്തന്മാർ ദേവിയുടെ മാഹാത്മ്യത്തെ പുകഴ്ത്തി പുകഴ്ത്തി കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് 8ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്ലോകം 9 പദച്ഛേദം. തസ്മിൻ നൃപേ ത്വത്സദനാനി കൃത്വാ ജനാഃ പ്രതിഗ്രാമം അപൂജയൻ ത്വാം കാശ്യാം സുബാഹുഃ ച തഥാ അകരോത് തേ സർവത്ര പേതുഃ കരുണാകടാക്ഷഃ. അന്വയാർത്ഥം നോക്കാം. കരുണാകടാക്ഷാഃ, ഭഗവതിയുടെ കരുണാകടാക്ഷം. തസ്മിൻ നൃപേ, അദ്ദേഹം രാജാവായിരിക്കെ, അദ്ദേഹത്തെ രാജാവായിട്ട് അഭിഷിക്തനാക്കിയല്ലോ അദ്ദേഹത്തെ. അങ്ങനെ അദ്ദേഹം രാജാവായിരിക്കെ ജനാഹ പ്രതിഗ്രാമം, ജനങ്ങൾ ഗ്രാമം തോറും ത്വത്സദനാനി കൃത്വ, അവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ച് ത്വാം അപൂജയൻ, അവിടുത്തെ പൂജിച്ചു. കാശ്യാം സുബാഹു പൂജ, കാശി നഗരത്തിൽ സുബാഹുവും തഥാ അകരോത്ത്, കാശി നഗരത്തിലെ സുബാഹുവും അങ്ങനെ തന്നെ ചെയ്തു. സുദർശനൻ എന്താ ചെയ്തത് അതേപോലെ കാശി നഗരത്തിലെ സുബാഹുവും അത് തന്നെ ചെയ്തു. സർവത്ര തേ, സർവത്ര അവിടുത്തെ കരുണാകടാക്ഷാഹ, കരുണാകടാക്ഷങ്ങൾ പേതുഹു, അവിടെ കരുണാകടാക്ഷം, ഭഗവതിയുടെ കരുണാകടാക്ഷം അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. രണ്ടിടത്തും, അതായത് കോസല രാജ്യത്തിലും കാശി രാജ്യത്തിലും. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ദേവീഭക്തനാണ് ഒരു രാജാവ് എങ്കിൽ ആ രാജ്യം ഭരിക്കുന്ന ആ രാജാവ് ദേവീഭക്തനാകുമ്പോൾ അവിടുത്തെ പ്രജകളും ഒക്കെ ദേവീഭക്തന്മാരാകും, അല്ലേ? അങ്ങനെയല്ലേ വരിക? അവരെന്താ പിന്നെ ഗ്രാമം തോറും ക്ഷേത്രങ്ങളൊക്കെ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ച് അതിൽ ദേവിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കും, അല്ലേ? അത് തന്നെയാണ് കാശി നഗരത്തിലെയും സ്ഥിതി. അവിടെ ദേവിയുടെ കരുണാകടാക്ഷം സർവത്ര ഒഴുകി എന്നാ പറയണത്. അതായത് കാശി നഗരം ഇവിടെ പറയുന്നു. തസ്മിൻ നൃപേ, കോസല രാജ്യത്തില്, കാശി രാജ്യത്തില് സുബാഹു, ഇവിടെ കോസല രാജ്യത്തില് വസിഷ്ഠനാൽ അഭിഷിക്തനായ സുദർശനൻ രാജാവായി, അല്ലേ? അങ്ങനെ അദ്ദേഹം രാജാവായിരിക്കെ പ്രജകളൊക്കെ ഗ്രാമങ്ങൾ തോറും അവിടുത്തെ മന്ദിരങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചു, ദേവിയെ അവിടെ പൂജിച്ച് ആരാധിച്ചു. കാശ്യാം സുബാഹു പൂജ, കാശി നഗരത്തിലോ, കാശി നഗരത്തിലെ രാജാവാരാണ്? സുബാഹു. അദ്ദേഹവും, അതായത് കാശി നഗരത്തിലെ രാജാവായ സുബാഹു ശശികലയുടെ പിതാവാണ്. അദ്ദേഹം തൻ്റെ മകളുടെ ഭർത്താവായ സുദർശനൻ ചെയ്തതുപോലെ തന്നെ അദ്ദേഹവും തഥാ അകരോത്, അങ്ങനെ തന്നെ ആ കാശി നഗരത്തിലും ചെയ്തു. സർവത്ര തേ, അവിടുത്തെ കരുണാകടാക്ഷം അങ്ങനെ എല്ലായിടത്തും ഒഴുകിക്കൊണ്ടിരുന്നു. എല്ലായിടത്തും ദേവീ സദനങ്ങൾ, ദേവീ ക്ഷേത്രങ്ങളൊക്കെ ഉയർന്നുയർന്നു വന്നു. കോസല രാജ്യത്തിലും കാശി നഗരത്തിലും എല്ലായിടത്തും ദേവിയുടെ കടാക്ഷം, ദേവിയുടെ കരുണാകടാക്ഷം ഒഴുകിക്കൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 10 പദച്ഛേദം. ന കർമ്മണ ന പ്രജയാ ധനേന ന യോഗസാഖ്യാദി വിചിന്തയാ ച ന ച വ്രതേന അപി സുഖാനുഭൂതിഃ ഭക്ത്യാ ഏവ മർത്യഃ സുഖം ഏതി മാതഃ. അന്വയം നോക്കാം. ന കർമ്മണ, കുറെ കർമ്മം ചെയ്തതുകൊണ്ടോ, ന പ്രജയ, സന്തതി പരമ്പരയെ സൃഷ്ടിച്ചത് കൊണ്ടോ, ധനേന, ധനം സമ്പാദിച്ചത് കൊണ്ടോ, ന യോഗ സാഖ്യാദി വിചിന്തയാച, യോഗം സാഖ്യം എന്നിവയൊക്കെ പഠിച്ച് വിചിന്തനം ചെയ്തതുകൊണ്ടോ, ന വ്രതേന അപീച, വ്രതങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ടോ, സുഖാനുഭൂതി, സുഖം അനുഭവപ്പെടണമെന്നില്ല. ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുകൊണ്ടൊന്നും സുഖം അനുഭവപ്പെടണമെന്നില്ല. മാതഃ മർത്യഃ, അമ്മേ, മനുഷ്യന് ഭക്ത്യാ ഏവ, ഭക്തി കൊണ്ട് മാത്രമേ സുഖം സുഖം ലഭിക്കൂ. ഭക്തി വേണം മനുഷ്യന്,
ഭക്തിരഹിതനായ മർത്യന് എല്ലാം നിഷ്പ്രയോജനമായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ഭക്തനാണെങ്കിലോ എല്ലാം വളരെ സുഖകരമായിരിക്കും. ഭക്തിയില്ലാത്തവന് എല്ലാം ദുഃഖമയം, ഭക്തിയുള്ള ആ ഭക്തന് എല്ലാം സുഖകരം. പ്രേമഭക്തി തന്നെയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഏറ്റവും വലുത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അമ്മയോട് പറയുകയാണ്, അമ്മേ, ഭക്തി കൊണ്ട് മാത്രമേ ഈ ജഗത്തിൽ മനുഷ്യർക്ക് സുഖം ഉണ്ടാവുകയുള്ളൂ. ന കർമ്മണ, കുറേയേറെ കർമ്മങ്ങളൊക്കെ ചെയ്തു, അപ്പൊ സുഖം കിട്ടുമെന്ന് എല്ലാവരും മർത്യൻ വിചാരിക്കും. സുഖം ഉണ്ടാവൂ? ഇല്ല. ന പ്രജയാഹ, സന്തതി പരമ്പരയെ സൃഷ്ടിച്ചത് കൊണ്ടോ ധനം സമ്പാദിച്ചത് കൊണ്ടോ സന്തോഷമൊന്നും ഉണ്ടാവില്ല. അതേപോലെ യോഗസാഖ്യാദി വിചിന്തയാച, യോഗം, സാഖ്യം ഇവയൊക്കെ നല്ലപോലെ പഠിച്ച് വിചിന്തനം ചെയ്ത് അതിൽ വളരെ വ്യുൽപ്പത്തി, അതായത് പാണ്ഡിത്യമൊക്കെ നേടി, എന്നാലോ സുഖം ഉണ്ടാവോ? ഒരു സുഖം ഉണ്ടാവില്ല. ന വ്രതേന അപീച്ച, വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്, നല്ലപോലെ എല്ലാ വ്രതവും അനുഷ്ഠിക്കും വളരെ കൃത്യമായിട്ട്. എന്നാൽ വ്രതം അനുഷ്ഠിച്ചത് കൊണ്ടോ സുഖാനുഭൂതി, സുഖം അനുഭവപ്പെടണമെന്നില്ല. ന വ്രതേന അപീച്ച സുഖാനുഭൂതി, വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചത് കൊണ്ടും സുഖം അനുഭവപ്പെടണമെന്നില്ല. സുഖമെന്ന അനുഭൂതി അതുണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത്? എന്തു വേണം? എന്തുകൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ? ഭക്തൈവയേവഹ, ഭക്തി കൊണ്ട് മാത്രം, ഭക്തി ഒന്നുകൊണ്ട് മാത്രം സുഖം സുഖം ലഭിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഇവിടെ. ഭക്തിയാണ് ഏറ്റവും മഹത്തായത് എന്ന് അവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ച് പറയുന്നു. ഭക്തിരഹിതനായ മർത്യന് എല്ലാം നിഷ്പ്രയോജനം, എല്ലാം ദുഃഖമയം. നേരെ മറിച്ച് ഭക്തിയുള്ളവനോ വളരെ എല്ലാം സുഖമായിരിക്കും, സുഖമായ ജീവിതമായിരിക്കും. ഭഗവാനോടുള്ള പ്രേമഭക്തി തന്നെയാണ് ഏറ്റവും വലുത് എന്ന് ഈ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ശ്ലോകം 11 പദച്ഛേദം നോക്കാം. ന അഹം സുബാഹുഃ ച സുദർശനാഃ ച ന മേ ഭരദ്വാജമുനിഃ ശരണ്യഃ ഗുരുഃ സുഹൃദ് ബന്ധുഃ അപി ത്വം ഏവ മഹേശ്വരി ത്വാം സതതം നമാമി. അന്വയം നോക്കാം. അഹം സുബാഹുഃ ച ന, ഞാൻ സുബാഹുവല്ല. ഇവിടെ ഞാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? സ്തോത്രകാരൻ. സുദർശനഃ ച, സുദർശനനുമല്ല. മേ ശരണ്യഃ, എനിക്ക് ശരണ്യനായി ഭരദ്വാജമുനിഃ ന, ഭരദ്വാജമുനിയും ഇല്ല. ഇവിടെ സ്തോത്രകാരൻ പറയാണ്, ഞാൻ സുബാഹുവല്ല, സുദർശനനല്ല, എനിക്ക് ശരണ്യനായിട്ട് ഭരദ്വാജമുനിയുമില്ല. അതുകൊണ്ട് ഹേ മഹേശ്വരി, ത്വം ഏവ ഗുരുഃ, അവിടുന്ന് മാത്രമാണ് എനിക്ക് ഗുരു. സുഹൃദ് ബന്ധുഹു അപി, സുഹൃത്തും ബന്ധുവും എല്ലാം അവിടുന്ന് തന്നെ. ത്വാം സതതം നമാമി, അവിടുത്തെ ഞാൻ സദാ പ്രണമിക്കുകയാണ്. ഇവിടെ സ്തോത്രകാരന്റെ പ്രാർത്ഥനയാണ്. എന്താണ് സ്തോത്രകാരൻ പ്രാർത്ഥിക്കുന്നത്? പാലേലി ശ്രീ നാരായണ നമ്പൂതിരി പറയണു, അമ്മേ, ഞാൻ സുദർശനനല്ല, സുബാഹുവല്ല, എനിക്ക് ശരണ്യനായിട്ട് ഭരദ്വാജ മുനിയുമില്ല. പിന്നെയോ, അല്ലയോ മഹേശ്വരി, അമ്മയോട് പ്രത്യേകമായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അവിടുന്ന് മാത്രമാണ് എനിക്ക് ഗുരു, അവിടുന്ന് മാത്രമാണ് എൻ്റെ ബന്ധു, സുഹൃത്ത്, എല്ലാം അവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് അവിടുത്തെ ഞാനിതാ സദാ നമിക്കുന്നു. പറയുന്നില്ലേ, ത്വമേവ മാതാ ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവി ദേവി. അതാണ് പാലേലി പറയണത്. സർവവും എനിക്ക് ദേവിയാണ്. ആ ദേവിയെയാണ് ഞാനിതാ എല്ലായ്പ്പോഴും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. സുബാഹു എങ്ങനെയുള്ള ആളാണ്? ഭക്തനാണ്. സുദർശനനോ ഭക്തനാണ്. ഭരദ്വാജ മുനിയെ ശരണം പ്രാപിച്ചത് കൊണ്ട് സുദർശനനും ഭക്തനായി, അല്ലേ? ഗ്രന്ഥകാരനായ ശ്രീ പാലേലി ഭഗവതിയോട് പറയാണ്,
എനിക്ക് ഇത്തരം അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇത്തരം അനുകൂല സാഹചര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് തീരെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അത് ഭഗവതിയെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. സുഹൃത്തും ബന്ധുവും ഗുരുവും എല്ലാം അദ്ദേഹത്തിന് ആരാണ്? ദേവി തന്നെ, ദേവി മാത്രം. അതുകൊണ്ട് വേണ്ടതുപോലെ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ സ്തോത്രകാരൻ ദേവിയെ പ്രണമിക്കുകയാണ്. ആ ദേവിയെ പ്രണമിച്ചുകൊണ്ടാണ് ദശകം 17 സുദർശന കോസല പ്രാപ്തി സമാപിക്കുന്നത്. അദ്ദേഹം ആ ദേവിയിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാം ദേവി തന്നെയാണ്, എനിക്ക് ആരുമില്ല, എൻ്റെ എല്ലാം ദേവി തന്നെയാണ് എന്ന് ശ്രീ പാലേലി നാരായണ നമ്പൂതിരി അവിടെ ദേവിയെ പ്രണമിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് ദേവിയോട്. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 14 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിലെ സുദർശന കഥ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. സർവത്ര ദേവീ നാമസങ്കീർത്തനം, ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ദേവീനാരായണീയം ദശകം 17 സുദർശന കോസല പ്രാപ്തി. ആ ദശകം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദശകം 18 പഠിക്കാം. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീ ഗുരുഭ്യോ നമഃ.